ഈ കാശ്മീരികളുടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെയ്ത്താണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ കാർപ്പറ്റുകൾ അവർ ചെറിയൊരു കാർപ്പറ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് ഇത് അവരുടെ സാംസ്കാരികമായിട്ടുള്ളതും പിന്നെ സാമ്പത്തികമായിട്ടുള്ളതും പിന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു കലയാണത്. ഇങ്ങനെ പല ജനറേഷൻ വഴി ഇവരിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശതാബ്ദികൾ മുന്നോട്ട് തുടങ്ങിയതാണ് ഈ കല. നമ്മുടെ പേർഷ്യക്കാരും ഇന്ത്യക്കാരും എല്ലാവരും കൂടെ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മുഗൾ വംശത്തിൽ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് തുടങ്ങിയതാണിത്. അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടുകൾ, അതായത് കെട്ടുകൾ ഇട്ടുകയാണ്. ഒരു ചതുരശ്ര ഒരു കട്ടയ്ക്കകത്ത് എത്ര കെട്ടിട്ടിട്ടാണ് അവരിന്നത് പോകുന്നത്. അവർക്കൊരു എൻ്റെ ഒരു പാറ്റേൺ എൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ചാണ് അവർ തയ്ച്ച് പോകുന്നത്. അപ്പോൾ ഇത് തീർക്കാൻ വേണ്ടി വർഷങ്ങളെടുക്കും. മാസം അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ആ ഒരു കാർപ്പറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് ഞങ്ങളപ്പോയിരുന്ന കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള അത് തീർക്കാൻ എന്തായാലും ഒരു വർഷം കാലം എന്തായാലും എടുക്കും. എന്നിട്ട് അവർ വെട്ടുന്ന ആ പ്രത്യേക മെഷീൻ ആ കത്തി കണ്ടോ, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വൂളാണോ സിൽക്കാണോ കൈ കൊണ്ടുണ്ടാക്കിയതാണോ മെഷീൻ കൊണ്ടുണ്ടാക്കിയതാണോ എത്ര കെട്ട് വരുന്നുണ്ട് ആ ഒരു ചെറിയ ചതുരശ്ര അടിയിൽ, അതൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ വില കണക്കാക്കുന്നത്. ഏകദേശം 1000 തൊട്ട് 10,000 തൊട്ട് 10 ലക്ഷത്തിൽ കൂടുതൽ വരെ, അതായത് നല്ല സിൽക്കിൻ്റെ ആണെങ്കിൽ 10 ലക്ഷത്തിൽ കൂടുതൽ വരെ വില വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് അതിൻ്റെ പാരമ്പര്യം, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കുന്നത് അവരുടെ ഒരു ലെഗസി ആയിട്ട് കൈമാറി പോകാൻ വേണ്ടിയും കൂടിയാണ്. അപ്പം ഇത് ഒരുപാട് കുടുംബങ്ങൾ ഇത് വെച്ച് ജീവിക്കുന്നുണ്ട്. മിക്കപ്പോഴും ഇതിൻ്റെ ഡിസൈൻ പൂക്കളും അല്ലെങ്കിൽ പേർഷ്യൻ രൂപങ്ങളും ഒക്കെയാണ്. പിന്നെ ഇത് വേറൊരു കൈത്തുന്നലാണ്, അത് അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു കടയായിരുന്നു. അപ്പോൾ ആ കടയിൽ ഞങ്ങളെ കൊണ്ട് കാണിച്ചു തരുവാണ് ഗൈഡ്, ഇതെങ്ങനെയാണ് ഈ തുന്നലും കാര്യങ്ങളൊക്കെ. ഇതും ഈ കാശ്മീരിൻ്റെ പാരമ്പര്യമായിട്ടുള്ള സംസ്കാരത്തിൻ്റെയും അവരുടെ ഒരു പൈതൃകത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളെ കൊണ്ട് കാണിച്ചു തരുവാണ് അവരുടെ തുന്നലും കാര്യങ്ങളൊക്കെ.